നമസ്കാരം. സംസ്ഥാനത്തെ അസംഖ്യം വരുന്ന ജനവിഭാഗങ്ങളുടെ അവസാന ആശ്രയമാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ പണിമുടക്ക് സമരം ഒരു വാർത്ത എന്നതിലുപരിയായി സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ദിനചര്യയുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യം കൂടി ആയി മാറുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപകർ പണിമുടക്ക് സമരം ആരംഭിച്ചിട്ട് OP ബഹിഷ്കരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. വളരെ ഗുരുതരമായ ഒരു സവിശേഷ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ സ്വകാര്യ മേഖലയിലെ വലിയ ഒരു വരുമാനം വേണ്ട എന്ന് വച്ച് അത് തിരസ്കരിച്ച് അതിനു നേരെ കണ്ണടച്ച് സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ പേരിൽ സർക്കാർ ആശുപത്രികളിൽ പഠിക്കാനും പരിശീലനം നൽകാനും രോഗികളെ ചികിത്സിക്കാനുമായി തയ്യാറെടുത്തവരാണ് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ. ന്യായമായും അവർക്ക് ലഭിക്കേണ്ടുന്ന ശമ്പളം അത് ലഭിക്കാത്തതിൻ്റെ വേദന ഒരു വശത്ത് പേറി അവർ സമരമുഖത്തിറക്കി ഇറങ്ങുന്നു. മറുവശത്താകട്ടെ ആശങ്കയും അനിശ്ചിതത്വവും പേറുന്ന രോഗികളും അവരുടെ ആശ്രിതരും. ഈ സമരം സത്യത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു ചീഞ്ഞ അവസ്ഥയാണോ, വരാനിരിക്കുന്ന കാലത്തേക്കുള്ള ഒരു മുന്നറിയിപ്പാണോ, അതോ ശമ്പള വർധനവ് എന്ന കേവലമായ ആവശ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നിങ്ങൾ ഓർക്കണം, സംസ്ഥാനത്ത് 2 തട്ടിലുള്ള ആധുനിക മെഡിക്കൽ പ്രാക്ടീഷണർമാരാണുള്ളത്. ഒന്ന്, സർക്കാർ മെഡിക്കൽ കോളേജിലെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം അധ്യാപകർ. 2, മറ്റ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലുമുള്ള ഡോക്ടർമാർ. രണ്ടാമത് പറഞ്ഞ വിഭാഗം നേരിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്. അവരുടെ ശമ്പള സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സ്കെയിൽ അനുസരിച്ചിട്ടാണ്. അവരുടെ ശമ്പള പരിഷ്കരണം നടക്കുന്നതും മറ്റ് സർക്കാർ ജീവനക്കാരുടേത് പോലെ 5 വർഷത്തിലൊരിക്കലാണ്. എന്നാൽ ഇപ്പോൾ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ അവർ നാഷണൽ മെഡിക്കൽ കൗൺസിലുമായിട്ടാണ് കൂടുതൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവരുടെ നമ്മളിവിടുത്തെ UGC സ്കെയിൽ വാങ്ങുന്ന അധ്യാപകർ, മറ്റധ്യാപകർ എന്ന പോലെ ഇവിടെ ഈ അധ്യാപകരുടെ ശമ്പള നിർണയം അത് ഓരോ വർഷവും അത് ശമ്പളം പുനഃസ്ഥാപിക്കൽ, DA, മറ്റു കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ ഓരോ 10 വർഷത്തിലാണ് സംഭവിക്കാറ് പതിവ്. അപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, വലിയ സേവന വേതന വ്യവസ്ഥകൾ വെള്ളയിൽ വെച്ച് കൊടുക്കാൻ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ ഒന്നും പോകാതെ കേവലമായ നമ്മുടെ ചെറിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള സർക്കാർ സംവിധാനത്തിൽ ഊന്നിയുള്ള സൗകര്യങ്ങളുടെ അതിൽ വിശ്വസിച്ച് സാധാരണക്കാരായി എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്കാരെ ചികിത്സിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതായത് ഒരു MBBS വിദ്യാർത്ഥി പഠിച്ചിറങ്ങുമ്പോൾ സർക്കാരിന് ഉണ്ടാകുന്ന ഒരു ചിലവുണ്ട്. ആ ചിലവ് ഞാൻ വാങ്ങിച്ചു പഠിച്ചു എങ്കിൽ പിന്നെ എൻ്റെ ഒരു സേവനം സർക്കാർ മേഖലയിൽ തന്നെ ആയിക്കോട്ടെ എന്ന ഒരു ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പറ്റം അധ്യാപകർ അവരാണ് വാസ്തവത്തിൽ ഇന്ന് സമരത്തിൻ്റെ പാതയിൽ. കാരണം മറ്റൊന്നുമല്ല, ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അവരുടെ 10 വർഷത്തിലൊരിക്കൽ അത് റിവൈസ് ചെയ്യുന്ന അവരുടെ സേവന വേതന വ്യവസ്ഥകളുണ്ട്. അത് ഇപ്പോൾ സംഭവിക്കുന്നില്ല, അത് നടക്കുന്നില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 4-5 വർഷക്കാലത്തെ ശമ്പള കുടിശ്ശിക അവർക്ക് ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ ഇവർ സ്വാഭാവികമായും മറ്റേത് വിഭാഗങ്ങളും ചെയ്യുന്നത് പോലെ നമുക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. ഡോക്ടർമാരിലെ അവർക്ക് കൈക്കൂലി വാങ്ങിച്ചുകൂടെ, അവർക്ക് മറ്റെവിടെയെങ്കിലും പോയി ചികിത്സിക്കുന്നില്ലേ, അവർക്ക് എന്തിനാ ഇനി കൂടുതൽ ശമ്പളം എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മുടെ നാട്ടുകാർ അറിയണം, അങ്ങനെയുള്ള അധ്യാപകരുണ്ടാവാം, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരുണ്ടാവും. പക്ഷെ അവർ എണ്ണത്തിൽ കുറവാണ്. സ്വാഭാവികമായും ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഈ മേഖലയിൽ വന്ന് ജോലി ചെയ്യാൻ സുമനസ് കാട്ടിയവരാണ് അവർ. ഞാൻ എപ്പോഴും പറയുന്നത്,
അങ്ങനെയുള്ള പിന്നെ മികച്ച മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് ഒരു എക്സ്ട്രാ ടൈം, നമ്മുടെ സാധാരണക്കാരന് തന്നെയാണ് അതിൻ്റെ ഉപയോഗം. അത് വലിയ തോതിൽ പൈസ വാങ്ങിക്കാതെ ചെയ്യുന്നതിൽ പിന്നെ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം അതിനകത്ത് അതായിക്കൊള്ളട്ടെ എന്നാണ്. എനിക്കും നിങ്ങൾക്കും ഒരു പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ഓടി വന്ന് എപ്പോൾ വേണോ സമീപിക്കാൻ കഴിയുന്ന ഒരു ഡോക്ടർ നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടാകുക എന്ന് പറയുന്നതും അദ്ദേഹത്തെ കാണാൻ സർക്കാർ അനുവദിക്കുക എന്ന് പറയുന്നതും അത് തെറ്റുകാരേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പിടിച്ചു പറിക്കൽ എന്നതുപോലെ പൈസ സ്വീകരിക്കുന്ന ചില ഡോക്ടർമാരുണ്ട്. അത്തരം ഡോക്ടർമാർക്കാണ് ആ ഡോക്ടർമാരാണ് ഈ ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന ഒട്ടേറെ മറ്റ് നിസ്വാർത്ഥ സേവകർക്ക് ചീത്തപ്പേര് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലപ്പോഴും ഇത് പൊതുജനം അറിഞ്ഞിട്ടില്ല. ഞാനോ നിങ്ങളെയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജുകളിൽ എത്തപ്പെടുമ്പോൾ മാത്രമാണ് ഇന്ന് പലരും അറിയുന്നത്, അയ്യോ ഡോക്ടർമാർ സമരത്തിലാണ്, OP ബഹിഷ്കരിച്ച് സമരത്തിലാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പൊടുന്നനവേ എനിക്ക് ചികിത്സ കിട്ടാതെ വരുമ്പോൾ ഞാൻ ഡോക്ടറെ തെറി പറയുന്ന ഒരവസ്ഥയും കൂടി വരും. പക്ഷേ ന്യായമായും അവർക്ക് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാത്തതിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൽ നിന്നൊരു ഫണ്ട് വാങ്ങിച്ച് ഇങ്ങോട്ട് എടുക്കുകയും അതിന് ഒരു സ്വാഭാവികമായി ഇത് ഒരു കേന്ദ്രത്തിൻ്റെ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെത് മാത്രമായിരിക്കില്ല, ഒരു വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെത് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ കണ്ടല്ലോ, ആശമാർക്ക് കൊടുക്കാനുള്ള കേവലമായ പൈസ പോലും കൊടുക്കാതെ അവരെ തെരുവീഥികളിലിട്ട് റോഡിൽ എത്രയോ നാൾ മഴയും വെയിലും ഏറ്റി ഈ ആശാ വർക്കർമാർ കിടന്നു. പലപ്പോഴും ഞാൻ അപ്പോഴും ചിന്തിച്ചിരുന്നു, അപ്പോൾ സംഭവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉപരി നമ്മൾ എപ്പോഴും ഈ മേൽത്തട്ടിലെ ചില ഡോക്ടർമാർ അറിയാലോ, ആശാ വർക്കർമാരവിടെ കിടക്കുന്നു, ഡോക്ടർമാരവിടെ കിടക്കുന്നു. ഈ ഡോക്ടർമാർ വാസ്തവത്തിൽ അന്ന് അവർക്ക് അവിടെ ഒരു സാമൂഹികമായ ഉത്തരവാദിത്തം അവർ കാട്ടണമായിരുന്നു. അവരവിടെ വന്ന് ഈ ആശാ വർക്കർമാർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവരും രണ്ടു വാക്ക് സംസാരിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലിൽ കൂടി ഇന്ന് എനിക്കെങ്കിൽ നാളെ അത് നിങ്ങൾക്കാണ്. ആശാ വർക്കർമാർ റോഡിൽ കിടന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളും അവിടെ ചെന്ന് ഇവർക്ക് ഇത്ര പൈസ കൊടുത്താൽ പോരാ, അടിത്തട്ടിൽ ജോലി ചെയ്യുന്ന ഒരുപാട് വിവരങ്ങൾ മേൽത്തട്ടിലേക്ക് പകർന്നു നൽകാനുള്ള ഒരു റിസോഴ്സാണ് ഈ ആശാ വർക്കർമാരെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ പലരും അവിടെ പോകേണ്ടതായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ പോയില്ല. അതാണ് സർക്കാരിന് ബലമായി മാറിയത്, സർക്കാരിന് ഊർജ്ജമായി മാറിയത്. അവരെ എത്രയോ ദിവസം അവിടെ കിടത്തി. ഇപ്പോൾ ഇതാ ഡോക്ടർമാരുടെ സമരം അതുപോലും നമ്മൾ അറിയുന്നത് പത്രവാർത്തകൾ കൂടി അറിഞ്ഞവർ പോലും വളരെ കുറവാണെന്നാണ് എൻ്റെ പക്ഷം. അത് അവിടെ ചെന്നുപെടുമ്പോഴാണ്, അവസാന ആശ്രയമായി നമ്മൾ അവിടെ ചെന്നുപെടുമ്പോഴാണ് നമുക്ക് അയ്യോ ഇന്നൊരു സമരത്തിലാണെന്ന് പറയുന്നത്. പൊടുന്നനെ അവരെ നമ്മൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേവലം ഇതൊരു അവകാശ പോരാട്ടമാണോ അതോ മറിച്ച് സ്വാഭാവികമായി ലഭിക്കേണ്ടുന്ന ഒരു തുക അത് ലഭിക്കാതെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുടിശ്ശിക ഇനത്തിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അത് അവരുടെ കുഴപ്പമൊന്നുമല്ല. ഏതൊരു ജോലിക്കും സർക്കാർ ജോലിക്കും അതിൻ്റെതായ സേവന വേതന വ്യവസ്ഥകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ പോരാട്ടത്തിൽ കൂടി എഴുത്തായിരിക്കാം, സർക്കാർ അറിഞ്ഞു കൊടുത്തു വായിക്കാം. ഇപ്പൊ തന്നെ എത്രയോ ഡിയർനെസ് അലവൻസ് ഇപ്പോൾ കുടിശ്ശികയായിരുന്നു. അത് ഈ പോണ പോക്കിലാണ് ഈ സർക്കാർ അനുഭവിച്ചിട്ട് പോകുന്നത്. അതും കുടിശ്ശിക ഇതും കിട്ടുമോ ഇല്ലയോ എന്നും പോലും അറിഞ്ഞുകൂടാ. ഇനി ഒരുപക്ഷെ ഈ സർക്കാർ അധികാരത്തിൽ വരാതിരുന്നാൽ ഇത് മറ്റൊരു സർക്കാരിന്റെ തലയിലേക്ക് ആയി മാറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ വളരെ തന്ത്രപരമായിട്ടാണ് സർക്കാർ പലപ്പോഴും പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്നത്. ഇവിടെയും അതിനാണ് സംഭവിച്ചത്. സ്വാഭാവികമായും കുറ്റം പറയാം നമുക്ക്. ഇപ്പോൾ ഈ ചില മാധ്യമങ്ങളിലൊക്കെ ഈ സമരം തുടങ്ങിയതിനു ശേഷം ഡോക്ടർമാർക്കെതിരെ, ഈ ചികിത്സാ രംഗത്തിനെതിരെ, അതിൻ്റെ പിഴവുകൾക്കെതിരെ നിത്യേന എന്നോണം വാർത്തകൾ വരികയാണ്. സ്വാഭാവികമാണത്, ഇല്ലെന്ന് പറയുന്നില്ല. ഞാനും നിങ്ങളും ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു കുഞ്ഞു പ്രയാസം ഉണ്ടായെങ്കിൽ കൂടി ഞാനത് പർവ്വതീകരിച്ച് കാണാൻ സ്വാഭാവികമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഫോഴ്സ് ചെയ്യപ്പെടും. അങ്ങനെയുള്ള മോശപ്പെട്ട രീതിയിൽ ആൾക്കാരോട് പെരുമാറുന്ന ഡോക്ടർമാർ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ശമ്പളം കൊടുക്കണ്ട എന്നും അല്ല പറഞ്ഞു വരുന്നത്. ന്യായമായും ലഭിക്കേണ്ടുന്ന തൊഴിലിൽ ലഭിക്കേണ്ടുന്ന വേതനം ആ സേവന വേതന വ്യവസ്ഥയിൽ പാലിക്കപ്പെടുക തന്നെ വേണം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആശാ വർക്കർമാർ മുതൽ തുടങ്ങി മറ്റ് ക്ഷേമ പെൻഷനുകളിലേക്ക് പോയി അത് ഉപരിതട്ടിൽ വലിയ ജോലികൾ ചെയ്യുന്നു എന്ന വലിയ ജോലികൾ ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞത് ഒരു ഗ്രഡേഷൻ എപ്പോഴും നമ്മുടെ സമൂഹത്തിനുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസം നേടുകയും മറ്റ് പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചികിത്സാ രംഗത്തേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ഡോക്ടർ അവർക്കും കൃത്യമായ സേവനത്തിന്റെ വേതനം ലഭിക്കണം. അത് ലഭിക്കാത്തതിന്റെ പേരിലാണ് വാസ്തവത്തിൽ അത് ഇപ്പോൾ ഈ ഒരു സമരരംഗത്തേക്ക് ഇറക്കപ്പെട്ടത്. ഇവിടെ ഇത് ശരിയോ തെറ്റോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഡോക്ടർമാർക്ക് സമരമാകാമോ? അത് മറ്റൊരു വിഷയമാണ് വാസ്തവത്തിൽ. അത് എത്രമേൽ സമരമാകാം. ഇപ്പോൾ എങ്കിൽ പോലും അവർ ഗുരുതരാവസ്ഥയിൽ വരുന്ന രോഗികളെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മുൻകൂട്ടി നേരത്തെ തീരുമാനിച്ച രോഗികളെ അവർ ശസ്ത്രക്രിയ നടത്തുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും അതൊന്നും പോരാ. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഇവരുടെ സമരത്തിന്റെ ആവശ്യങ്ങളിൽ ചിലത് എപ്പോഴും മറച്ചു പിടിക്കപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്ന്, അധിക തസ്തിക നിർണ്ണയിക്കുക, ആ സൗകര്യപ്രദമായി ജോലി ചെയ്യാനുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെ അതൊക്കെ വേണ്ടേ വാസ്തവത്തിൽ. ഞാനും നിങ്ങൾ ഓടിച്ചെല്ലുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ
അദ്ദേഹം കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് വലിയ തുറന്നു പറച്ചിലുകളുമായി ഈ സിസ്റ്റത്തിന്റെ തകരാറിനെ കുറിച്ചുള്ള തുറന്നു പറച്ചിലുകളുമായി മുന്നോട്ട് വന്നു. ഞാനും നിങ്ങൾ വളരെ ആവേശത്തോടെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഡോക്ടറെ അനുഭവിച്ചൊരു മാനസിക, അദ്ദേഹം തന്നെ പറഞ്ഞു, അയാൾ വലിയ തോതിൽ മാനസിക പീഡനം അനുഭവിച്ചു. അത്തരത്തിലൊരു ചികിത്സാ വിധി തേടേണ്ടുന്ന ഒരു അവസ്ഥയിൽ പോലും ഉറക്കുമ്പോൾ അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സിസ്റ്റത്തിനെതിരെ പോരാടുക എന്ന് പറഞ്ഞാൽ, അതും ഒറ്റയ്ക്ക് പോരാടുക എന്ന് പറഞ്ഞാൽ, ആ ഒറ്റയ്ക്ക് പോരാട്ടത്തിന്റെ അവസ്ഥയിൽ പോലും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ആ ഡോക്ടറോട് പരസ്യമായി പിന്തുണ, അദ്ദേഹം അത് ആഗ്രഹിച്ചില്ല, അത് ആവശ്യപ്പെട്ടില്ല, എങ്കിൽ കൂടിയും പരസ്യമായ ഒരു പിന്തുണയ്ക്ക് ഞാനും നിങ്ങളും തയ്യാറായതുമില്ല. പക്ഷെ ഒരു ആവശ്യം വന്ന് അവിടെ ഓടുമ്പോൾ, എൻ്റെ സർജറി മാറ്റി വയ്ക്കപ്പെടുമ്പോൾ ഇവിടെ ഉപകരണങ്ങളില്ല എന്ന് പറയുന്നു, ഈ സിസ്റ്റത്തിൽ വേറെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു, ഇന്ന ഒരു മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഇന്നൊരു ഉപകരണം വാങ്ങിക്കൊണ്ടുവന്നാൽ എൻ്റെ ശസ്ത്രക്രിയ നടത്താമെന്ന് ഡോക്ടർ പറയുന്ന ഗതികേട്, അതാണ് നമ്മുടെ ആരോഗ്യ കേരളം എടുത്ത് ചർച്ച ചെയ്യേണ്ടത്. കാരണം ആ ഡോക്ടർ അവിടെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും വലിയ മെഷീൻസ് കൊണ്ട് അവിടെ പ്ലാൻ ചെയ്യേണ്ട സത്യാവസ്ഥ നമുക്കറിയില്ല. എങ്കിൽ കൂടി നമ്മൾ വാർത്തകളിൽ ഇടം പഠിച്ച ഒരു കാര്യങ്ങൾ പറയുന്നത്, വലിയ വലിയ മെഷീൻസ് മെഡിക്കൽ കോളേജിലും മറ്റും വരുമ്പോൾ അത് നശിപ്പിക്കുന്ന ഡോക്ടർമാരുണ്ട് എന്ന് പോലും വാർത്തകൾ വന്നിട്ടുണ്ട്. അത്തരം ഡോക്ടർമാരെ തിരിച്ചറിയണം. അവർക്കതിൽ കാര്യമില്ല. ഇതിനിടെ ഇപ്പോൾ എല്ലാ സർവീസിലും ഉള്ളതുപോലെയും പുഴുക്കുത്തുകൾ ഇവിടെയും ഉണ്ടായേക്കാം. പക്ഷെ ആ പുഴുക്കുത്തുകളുടെ പേരിൽ ഒരു സമൂഹത്തെ ആകമാനം അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടുന്ന ഈ തുക ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ലഭിക്കാതിരുന്നാൽ അവർ നാളുകളിൽ ഒരുപക്ഷെ ഈ രംഗം വിട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. വേണ്ടാന്ന് വെച്ചാൽ റിസൈൻ ചെയ്ത് പോകാമല്ലോ, ഞാൻ രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പുതിയ ഡോക്ടർമാരൊക്കെ ഇത്രയും പരിചയസമ്പന്നരായ ഡോക്ടറെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനും ഇന്നവർ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ കിട്ടാൻ കുടിശ്ശിക കൂടി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളത്തിലെയും അതിൽ നിന്നൊക്കെ എത്രയോ ഇരട്ടി കൊടുക്കാൻ നമ്മുടെ സ്വകാര്യ മേഖല കാത്തു നിൽക്കുകയാണ്. ആ കാത്തു നിൽക്കുന്ന വേളയിലാണ് അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന വേറൊന്നുമില്ല, ഒരു 10 പേഷ്യൻസിന് ഒരുപക്ഷെ അധിക ശമ്പളം വരുമാനം അവർക്ക് കിട്ടിയേക്കാം. അവർ ഈ ശമ്പളം മാത്രമല്ല, ഒരു പക്ഷേ ഒരു 2 മണിക്കൂർ ഇരുന്നാൽ കുറച്ച് പൈസ കൊടുക്കട്ടെ, അത് കിട്ടിക്കോട്ടെ തന്നെ, ആ സേവനം നമ്മൾ കൊടുക്കുകയല്ലേ. അവിടെ ഒരു പിടിച്ചു പറയുന്ന ഡോക്ടർമാരുടെ ഭാഗത്ത് ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഡോക്ടർമാരുടെ വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായും അവരെ മുൻഗണനാക്രമത്തിൽ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു പരിഹാരം തേടണമായിരുന്നു. അങ്ങനെ പരിഹാരം തേടാതിരുന്നു കഴിഞ്ഞാൽ ഇത് കേവലമായ ശമ്പളത്തിന് വേണ്ടിയുള്ള ഒരു സമര പോരാട്ടമായി മാത്രമായിരിക്കില്ല സംഭവിക്കുന്നത്. അതിൻ്റെ ആഘാതം വളരെ വലുതാണ്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, മറ്റൊരുവന്റെ ശരീരത്തിൽ കൈവയ്ക്കാനുള്ള ഒരു ദൈവികമായ അവകാശമാണ് ഡോക്ടർക്ക് സിദ്ധിച്ച് കിട്ടുന്നത്. ആ ഡോക്ടർ സ്വാഭാവികമായിട്ടും അതേപോലെ ഡോക്ടർ നമ്മൾ കാണുന്നു അങ്ങനെ തന്നെയാണ്. ഒരു സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്, ഡോക്ടർ തലേ ദിവസം സർജറിക്ക് വീട്ടിൽ കൊണ്ട് പൈസ കൊടുത്തു, അത് അംഗീകരിക്കുന്ന ആരുമില്ല, തെളിവ് ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല. പക്ഷെ അങ്ങനെ പറയുന്ന ഒരുപാട് അതൊരു സിസ്റ്റമായി പോയി, അതൊരു രീതി നമ്മുടെ നാട്ടിലായിപ്പോയി. പലയൊന്ന് പോയി കാണുക, വെച്ച് പൈസ കൊടുക്കുക. ഇനി അതൊന്നും ഇല്ലാതെ ചെയ്യുന്ന ഡോക്ടർമാരും ഒരുപാടുണ്ടെന്നേ, ഒരുപാടുണ്ട്. അവർക്കും റസ്റ്റിന് സമയം വേണം. ഒരു 24 ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഡ്രൈവർ, ഒരു ഡ്രൈവർക്ക് 8 മണിക്കൂർ ജോലിക്ക് വരാം, 24 മണിക്കൂർ ഓടിക്കുന്ന ഡ്രൈവർമാർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ആർക്കാ കുഴപ്പം? അവിടെ ആ ബസ്സിൽ കയറി സഞ്ചരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമാണ് കുഴപ്പം. അതേപോലെ തന്നെ ഊണും ഉറക്കവും ഇല്ലാതെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ സ്വാഭാവികമായിട്ടും അവർക്ക് കൈപ്പിഴ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മളെന്തേ മനസ്സിലാക്കാത്തത്? അതെന്തേ സർക്കാർ മനസ്സിലാക്കാത്തത്? അതിൻ്റെ അടിയന്തരമായ പരിഹാരം വരെന്തേ കാണാത്തത്? അല്ലാതെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാനിവിടെ നിൽപ്പുണ്ട്, ഇനി വിട്ടേക്കൂ, എന്നെ തടയൂ എന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി ഭരിക്കുന്ന നാടായി കേരളം മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് വലിയ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ആരോഗ്യരംഗത്ത് നമ്മൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, ഈ 2 മേഖലയിലും നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് പ്രതിപക്ഷ പാർട്ടികളും കൂടി ആലോചിച്ച്, ആ വിദഗ്ധരുമായി ആലോചിച്ച് സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ദീർഘനാളുകൾ മുന്നോട്ട് ചിന്തിച്ച് എടുക്കേണ്ടുന്ന തീരുമാനങ്ങളാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഇവിടെ കേരളം മാറി മാറി ഭരിച്ചിരുന്ന ഒരു മുന്നണിയും ഇത്തരത്തിലൊരു തീരുമാനം 2 മേഖലയിലും എടുത്തിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഒരാൾ പോകുമ്പോൾ അയാളുടെ മറ്റൊരാളുടെ പരിഷ്കരണം, ഇയാൾ പോകുമ്പോൾ മറ്റൊരാളുടെ പരിഷ്കരണം, നാഷണൽ പോളിസി വന്നു കഴിഞ്ഞാൽ അതിനെതിരെ. ഇതാണ് നടക്കുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയിലും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. കാരണം ഇത് പല മന്ത്രിമാരും ഈ മേഖലയെക്കുറിച്ച് വ്യക്തമായ അറിവോ ബോധ്യമോ ഇല്ലാത്ത ഒരു മന്ത്രിയാണ് ഇപ്പോൾ ഈ ആരോഗ്യം കൈകാര്യം ചെയ്യുന്നത് പറയാൻ എന്താ മടി? ആർക്കാ മടി? അല്ലെ, ഒരു ഡോക്ടർ തന്നെ ഈ മേഖല കൈകാര്യം ചെയ്യണമെന്ന് അല്ല ഞാൻ പറയുന്നത്. വളരെ പരിചയസമ്പന്നരായ, കാലാകാലങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത ഒരു പരിചയസമ്പന്നതയുണ്ട്. ആ അത്രയും പരിചയസമ്പന്നതയെ എങ്കിലും ഉണ്ടായിരുന്ന ഒരു ആളാണ് ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ആശ്വാസമായനെ. ഒരു പക്ഷേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മറ്റൊരു മന്ത്രിയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആ മന്ത്രിയെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പരിചയ സമ്പന്നതയുണ്ട്. ആ സമ്പന്നതയുടെ പേരിലാണ്, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം പലപ്പോഴും അവർ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു. അപ്പൊ അത് എവിടെ എന്ത് പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം, അതൊക്കെ ഭംഗിയായിട്ട് അറിയുന്ന ഒരു ലേഡിയായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് അവർക്ക് സ്വയരക്ഷ ലഭിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയല്ല തിരിച്ച്. ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെയാണ് നമ്മുടെ സംശയങ്ങൾ ഉയരുന്നത്. ഇങ്ങനെ ഒരു സമരം സൃഷ്ടിക്കപ്പെട്ട്, ഈ ഒരു സമരം
ആവരണം സൃഷ്ടിക്കപ്പെട്ടാൽ പൊതുസമൂഹം എപ്പോഴും ഡോക്ടർമാർക്കെതിരാവും, സ്വാഭാവികമായി എതിരാവും. സാധാരണക്കാരനെ ജനങ്ങൾക്ക് അറിയില്ല അവൻ്റെ UGC സ്കെയിലുള്ള ഇയാളുടെ സ്കെയിൽ എന്താണെന്നൊന്നും അവർക്കറിയില്ല, അത് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല, അയാളുടെ പെടാപ്പെട അറിയില്ല. നമ്മൾ നോക്കുമ്പോൾ കാറിൽ വരുന്നു ഡോക്ടർ, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വരുന്നു, അയാൾ സമൂഹത്തിന്റെ ഉന്നത സ്ഥാനീയരാണ്, അവർക്കൊന്നിനും ഒരു കുറവുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ നമ്മൾ ഒന്നോർക്കണം, ഈ മനുഷ്യന്റെ ജീവിത നിലവാരം ഉയരുന്നത് കൂടി, ജീവിത നിലവാരം എന്ന് പറയുന്നത് എക്സ്പെൻസ് ഉൾപ്പെടെയാണ്. അവന്റെ ജീവിത ചെലവും കൂടും. അവരുടെ സമയത്തിനല്ലേ വില? 8 മണിക്കൂർ ജോലിയാണ് അവർ ചെയ്യുന്നത്. അല്ല, ഞാനും നിങ്ങളും ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ ഒരു ഡോക്ടർ ഫ്രീ ആയിരിക്കണമെന്ന് നടക്കുന്ന കാര്യമാണോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അധിക തസ്തിക പറയുന്നത്. അവർക്ക് ഒരു വേതനം, ആ കാറ്റഗറി അടിസ്ഥാനപ്പെടുത്തി സർക്കാർ വേതനം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓരോ പോസ്റ്റുകൾക്കും തസ്തികകൾക്കും വേതനം ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ മറ്റ് പല ഘടകങ്ങളും കൂടി നോക്കിയിട്ടാണ്. അത് നിശ്ചയിക്കുകയും പിന്നീട് അത് ലഭിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഗതികെട്ടിട്ട് സമരത്തിലേക്ക് വഴുതി വീഴുന്ന ഡോക്ടർമാരുടെ വേദനയാണ് നമ്മളിത് കേൾക്കുന്നത്. മറുഭാഗത്ത് വല്ലാത്ത ആശങ്ക ആൾക്കാർക്കുണ്ട്. അടിയന്തരമായി എനിക്കൊരു ചികിത്സ വേണം, നടക്കുന്നില്ല, സ്വകാര്യ മേഖലയിൽ പോകാനുള്ള പൈസ എനിക്കില്ല, ഓടി ചെല്ലുകയാണ്. വലിയ അനിശ്ചിതാവസ്ഥ. എന്താണ് സംഭവിക്കുക? എപ്പോഴാണ് അവർ ഡോക്ടർ വരിക? ഇപ്പോൾ മറ്റു ഭാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഓവർ ടൈം എടുക്കുന്ന PG വിദ്യാർത്ഥികൾ, അവർക്ക് പോലും ശമ്പളം കൊടുത്തിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 1-2 പേരോടും ചോദിക്കും പറയുന്നത്. രാവും പകലും കണ്ണ് ഇമ വെട്ടാതെ അവര് അവിടെ മെഡിക്കൽ കോളേജ് നിങ്ങളെ ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത്രമേൽ ആൾക്കാരാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ആശ്രയമാണ്. അവിടെ ചെല്ലുമ്പോൾ ഇതാണ് അവസ്ഥ. ഇങ്ങനെ അയച്ചു. വാസ്തവത്തിൽ ഇതിൻ്റെ ശരിയും തെറ്റും സമൂഹം ഇരുത്തി ചിന്തിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം. അതായത് ഈ ഡോക്ടർമാരെ എത്ര കണ്ട് ഒരുപക്ഷെ നാളെ നമ്മുടെ ഹെൽത്ത് സർവീസിന്റെ കീഴിലുള്ള മറ്റു ഡോക്ടർമാർ മുഴുവനായി തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിനാൽ സേവന വേതനം നിർണ്ണയിക്കപ്പെടുന്ന നമ്മുടെ മറ്റു ഡോക്ടർമാർ അവരും കൂടി പിന്തുണ പ്രഖ്യാപിച്ചേക്കുമെന്നും അറിയാൻ കഴിയുന്നു. ഒരുപക്ഷെ അങ്ങനെ കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളം വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. ഇത് നാളുകളിൽ കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയ ഒരു ആരോഗ്യരംഗത്തിന്റെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്, മുന്നറിയിപ്പാണിത്. അത് വേണ്ടാവണ്ണം സർക്കാർ കൊടുക്കുന്നില്ല. സർക്കാർ അവിടെ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ്. ഈ ഡോക്ടർമാരുടെ ഈ ഒരു സമരം സ്വാഭാവികമായും അവർക്കെതിരെ തന്നെ തിരിയുമെന്നും ഞങ്ങളല്ല കുറ്റക്കാരെന്ന് സർക്കാരിനെ ജനങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പൈസ കൊടുക്കാതെ ഈസിയായിട്ട് സ്കിപ്പ് ചെയ്ത് പോകാം. ആശമാരോട് കാണിച്ചത്, മറ്റുള്ള പല ആൾക്കാരോട് കാണിച്ചത്, പെൻഷനേഴ്സിനോട് കാണിക്കുന്നത്, സർക്കാർ ജീവനോട് കാണിക്കുന്നത്, ഡോക്ടർമാരുടെ ഈ പറയുന്ന മെഡിക്കൽ ഡോക്ടർമാർ, ഇത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് എക്സ്പോസ് ചെയ്യപ്പെടണം എന്ന് വെച്ചിട്ട് ഡോക്ടർമാരുടെ സമരം ഏതെങ്കിലും തരത്തിൽ അടിയന്തരം, എനിക്ക് നമ്മുടെ വാർത്തകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡോക്ടർമാർ പല ഇതിൻ്റെ അധികാരികളുമായും ചീഫ് മിനിസ്റ്ററുമായും ആരോഗ്യമന്ത്രിയുമായും ഒക്കെ ചർച്ചകൾ നടത്താൻ അവർ ഒട്ടപ്പാച്ചിലാണ്. അവർക്കും അറിയാം അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ. കണ്ണുമുന്നിൽ ഒരാൾ ചികിത്സ കിട്ടാതെ മരിക്കുന്ന കേരളത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ ഡോക്ടർമാർക്കെന്നല്ല, എനിക്കെന്നല്ല, നിങ്ങൾക്കെന്നല്ല ഒരു മനുഷ്യനും സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം നീങ്ങുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മുൻകൈയെടുത്ത് 1 മിനിറ്റ് മുമ്പെങ്കിലും ചർച്ചകൾ ചെയ്ത് പരിഹരിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് ഉചിതം. ഇല്ലെങ്കിൽ നാളുകളിൽ വരാനിരിക്കുന്നത് ഗുരുതരമായ ഭവിഷ്യത്തായിരിക്കും. ഓർക്കുക.